അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ നിർണായകമായ ഒരു വഴിത്തിരിവിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള ദീർഘകാലമായുള്ള ശീതയുദ്ധം പുതിയൊരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോട് ഇറാൻ സ്വീകരിച്ച നിലപാട് വൈറ്റ് ഹൌസിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. വെറുമൊരു നയതന്ത്ര തർക്കം എന്നതിലുപരി ചൈനയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ ആഗോള സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നീക്കമായി ഇത് മാറിയിരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വൈകിക്കൽ തന്ത്രങ്ങൾ തന്നെ തളർത്തില്ലെന്നും തന്റെ ക്ഷമ പരീക്ഷിക്കരുതെന്നും ട്രംപ് മാധ്യമങ്ങളിലൂടെ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ നീക്കങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമല്ലെങ്കിലും നിലവിലെ സാഹചര്യം ട്രംപിന് വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പേർഷ്യൻ ഗൾഫിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ചൈന മുന്നോട്ട് വെച്ച 4 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതിക്ക് ഇറാൻ ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അമേരിക്കയെ മറികടന്ന് ചൈനയുടെ പക്ഷം ചേരുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് ട്രംപ് ഭയപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ട്രംപ് ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചകൾ നടത്തുമ്പോൾ ഇറാൻ വിഷയം പ്രധാന അജണ്ടയായി മാറുമെന്ന് ഉറപ്പാണ്. എന്നാൽ സന്ദർശനത്തിന് മുൻപേ തന്നെ ചൈനയും ഇറാനും തമ്മിലുള്ള ഈ ഐക്യം ട്രംപിന്റെ വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ റുഫത്ത് ജാവേദ് നിരീക്ഷിക്കുന്നത് പോലെ ചൈനയുടെ ഈ പ്രവേശനം ഇറാന് വലിയൊരു സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കർശനമായ വ്യവസ്ഥകൾക്ക് ഉടൻ വഴങ്ങുന്നതിനു പകരം ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ ഇറാന് ഇത് അവസരം നൽകുന്നു. ചർച്ചകൾ നീണ്ടുപോകുന്നത് ആഗോള എണ്ണ വിപണിയിൽ വലിയ അസ്ഥിരതയ്ക്ക് കാരണമാകും. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്തുപാതയായ പേർഷ്യൻ ഗൾഫിലെ അനിശ്ചിതത്വം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനിടയാക്കും. ഇത് അമേരിക്കൻ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. അമേരിക്കൻ വിപണിയിൽ ഇന്ധനവില കൂടുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചേക്കാം. സാധാരണക്കാരായ അമേരിക്കക്കാർ എണ്ണവില വർധനവിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അത് ഭരണകൂടത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ഇറാന്റെ ഡിലേയിങ് ടാക്ടിക്സ് അല്ലെങ്കിൽ വൈകിക്കൽ തന്ത്രം കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമാണ്. അമേരിക്കയുടെ സ്വാധീന മേഖലയായ പശ്ചിമേഷ്യയിൽ ഒരു സമാധാന ചർച്ചയുടെ മധ്യസ്ഥനായി പ്രത്യക്ഷപ്പെടുന്നത് വഴി ചൈന തങ്ങളുടെ ആഗോള പദവി ഉയർത്തുകയാണ്. ഇറാന്റെ പിന്തുണ ലഭിച്ചതോടെ ചൈനയുടെ 4 നിർദ്ദേശങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നു. ട്രംപിന്റെ സമാധാന കരാറിലെ പല വ്യവസ്ഥകളും തങ്ങളുടെ പരമാധികാരത്തെ ബാധിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഇറാൻ ചൈനീസ് പാതയിലൂടെ ഒരു പ്രതിരോധം തീർക്കുകയാണ്. ട്രംപിന്റെ കോപം വെറുമൊരു പ്രസ്താവനയിൽ ഒതുങ്ങില്ലെന്ന് ഉറപ്പാണ്. ഇറാന് മേൽ കൂടുതൽ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായേക്കാം. എന്നാൽ റഷ്യയും ചൈനയും നൽകുന്ന പിന്തുണ ഇറാനെ ഈ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തമാക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ സുരക്ഷ മുൻനിർത്തിയാണ് ചൈന സംസാരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ ചൈന പരോക്ഷമായി എതിർക്കുന്നുണ്ട്. മേഖലയിലെ രാജ്യങ്ങൾ തന്നെ സമാധാനം പുലർത്തണമെന്ന ചൈനയുടെ നിർദ്ദേശത്തിന് ഇറാൻ പിന്തുണ നൽകുന്നത് അമേരിക്കയെ മേഖലയിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൌസ് കാണുന്നത്. വാർത്താ സമ്മേളനങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് തന്റെ അനുയായികൾക്കിടയിൽ കരുത്തൻ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കും. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇറാൻ ചൈന അച്ചുതണ്ട് അദ്ദേഹത്തിന് വലിയ തലവേദനയാണ്. എണ്ണവിലയിലെ വർധനവ് ഇന്ത്യ അടക്കമുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും ബാധിക്കും. എന്നിരുന്നാലും ചൈനയുടെ ഇടപെടൽ മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചേക്കുമെന്ന് കരുതുന്ന നിരീക്ഷകരുമുണ്ട്. പക്ഷേ അമേരിക്കയെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമാധാനം എത്രത്തോളം ശാശ്വതമായിരിക്കുമെന്ന ചോദ്യവും അവശേഷിക്കുകയാണ്. ചൈനീസ് സന്ദർശന വേളയിൽ ട്രംപ് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ വൈകിക്കൽ തന്ത്രങ്ങളെ താൻ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് ട്രംപ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹം സമ്മർദ്ദത്തിലാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന് വിദേശ നയത്തിൽ ഒരു വിജയം അനിവാര്യമാണ്. എന്നാൽ ഇറാൻ ചൈനയുടെ കൈപിടിക്കുന്നത് ട്രംപിന്റെ വിജയ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്നു. ഉപഭോക്താക്കളുടെ ദുരിതം വർദ്ധിക്കുന്നത് ട്രംപിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധമാകും. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായാൽ അത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം.
ഇത്തരമൊരു അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ലോകരാഷ്ട്രീയം കടന്നു പോകുന്നത്. ട്രംപിന്റെ ക്ഷമ നശിക്കുന്നതും ഇറാന്റെ ചൈനീസ് അനുകൂല നിലപാടും ഒരു പുതിയ ആഗോളക്രമത്തിന്റെ തുടക്കമാണ്. സമാധാനം എന്ന പേരിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ്. ഇറാന്റെ ഓരോ നീക്കവും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. ചൈനയെ മുന്നിൽ നിർത്തി അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം തന്റെ അധികാരം ഉപയോഗിച്ച് അതിനെ മറികടക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നു. മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ സംഭവത്തെ ചരിത്രപരമായ ഒരു വഴിത്തിരിവായാണ് കാണുന്നത്. അമേരിക്കൻ ആധിപത്യത്തിന് മേൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളി ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഇറാൻ വിഷയത്തിലാണ്. ഇത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ പോരാട്ടം പെട്ടെന്നൊന്നും അവസാനിക്കില്ല. ഇറാന്റെ തന്ത്രങ്ങളും അമേരിക്കയുടെ പ്രത്യാക്രമണങ്ങളും തമ്മിലുള്ള യുദ്ധം ആഗോള വിപണികളെയും നയതന്ത്ര ബന്ധങ്ങളെയും ഇനിയും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ലോകം കാത്തിരിക്കുന്നത് ബെയ്ജിംഗിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ട്രംപിന്റെ പ്രതികരണത്തിനായാണ്.